വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് എത്തിയതിൻ്റെ ആഘോഷ സൂചകമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു വിശിഷ്ടാതിഥികളും ചേർന്ന് ബലൂണുകൾ പറത്തുന്ന ആ ആഘോഷ നിമിഷമാണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. What a celebratory moment indeed, as the first mothership MV San Fernando has arrived at Vizhinjam Port. ആ ചടങ്ങിന് ശേഷം എല്ലാ വിശിഷ്ട വ്യക്തികളും ഈ വേദിയിൽ നടക്കാൻ പോകുന്ന പൊതുസമ്മേളനത്തിൽ സംബന്ധിക്കാനായി ഇങ്ങോട്ട് ഉടനെ എത്തിച്ചേരുന്നതാണ്. ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരും അഭ്യുദയകാംക്ഷികളും മറ്റതിഥികളും എല്ലാവരും അവരവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. We request all of you to settle down and get ready to welcome our dignitaries on stage. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇവിടേക്ക് കടന്നെത്തും. അവരെ സ്വാഗതം ചെയ്യാൻ നമുക്ക് തയ്യാറെടുക്കാം. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും ഉടനെ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ വേദിയിൽ ഉപവിഷ്ടരാവാനുള്ള നമ്മുടെ വിശിഷ്ടാതിഥികൾ ചിലരെങ്കിലും സദസ്സിൽ ഇപ്പോൾ ഉണ്ട്. അവരെ സാദരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ എം വിൻസെൻ്റ് ബഹുമാനപ്പെട്ട കോവളം MLA, ശ്രീമതി ആര്യ രാജേന്ദ്രൻ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ, അഡ്വക്കേറ്റ് A. റഹീം ബഹുമാനപ്പെട്ട MP രാജ്യസഭ, ശ്രീ പ്രദീപ് ജയരാമൻ CEO of AVPPL, അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ജെറോമിക് ജോർജ് IAS തിരുവനന്തപുരം ജില്ലാ കളക്ടർ, ശ്രീമതി ഓമനയമ്മ മുല്ലൂർ കൗൺസിലർ, ശ്രീ പനിയടിമ കോട്ടപ്പുറം കൗൺസിലർ, ഡോക്ടർ VP ഷുഹൈബ് മൗലവി ചീഫ് ഇമാം പാളയം ജുമാ മസ്ജിദ്, സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി ശാന്തിഗിരി ആശ്രമം, ഫാദർ നിക്കോളാസ് താസ്യൂസ് കോട്ടപ്പുറം പള്ളിയുടെ വികാരിയച്ഛൻ from Our Lady of Good Voyage Parish, എല്ലാവരും വേദിയിൽ ഉപവിഷ്ടരാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. We expect the rest of the dignitaries to walk into the stage accompanying the Honorable Chief Minister and the Honorable Union Minister.
വിജയവഴിയിൽ വിഴിഞ്ഞം. പ്രിയ ലോകമേ, വിഴിഞ്ഞത്തേക്ക് സുസ്വാഗതം. Dear world, welcome to വിഴിഞ്ഞം. A very warm good morning to one and all present here. തങ്ങളുടെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ നിമിഷത്തിനെ, ഈ ചരിത്രപരമായ സന്ദർഭത്തെ ധന്യമാക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ലോകമേ തറവാട് എന്ന കവിവാക്യത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ലോകത്തിനെ നമ്മുടെ സ്വന്തം തറവാടായ വിഴിഞ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വാതായനങ്ങൾ ഇതാ തുറക്കുകയാണ്. India's first transshipment hub, India's largest deep water container port, India's first automated, semi-automated operations in an international port. അങ്ങനെ വിശേഷണങ്ങൾ ധാരാളമാണ്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളുടെയും ആദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾ അവർകളുടെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് ഇന്ന് അവിസ്മരണീയമായി മാറുകയാണ്. ആദ്യത്തെ മദർഷിപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ആഘോഷ ചടങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതമരുളുവാനായി നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു IAS അവർകളെ ആദരപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൻ്റേതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിൻ്റെ തന്നെ അഭിമാന മുഹൂർത്തമായ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും സുസ്വാഗതം. നമുക്കറിയുന്നത് പോലെ തികച്ചും സവിശേഷമായ ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം. വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം, വർഷങ്ങളായിട്ടുള്ള തയ്യാറെടുപ്പിന് ശേഷം, വർഷങ്ങളോളം നീണ്ടുനിന്ന പദ്ധതി രൂപീകരണത്തിന് ശേഷം ഇന്നിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയിലേതല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും സാങ്കേതികമായ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കണ്ടെയ്നർ ടെർമിനലാണ്. ഈ പരിപാടി കേരള സർക്കാരിൻ്റെ വിജയമാണ്. അതോടൊപ്പം തന്നെ കേരള സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്ന പങ്കാളിത്തത്തിൻ്റെ വിജയമാണ്. സ്വകാര്യ മേഖലയിലെ പ്രമുഖരായ അദാനിയുടെ പങ്കാളിത്തത്തോട് ഉണ്ടാക്കിയ ഈ പരിപാടിയിൽ അദാനിയുടെ വിജയം കൂടി ആയി നമ്മൾ കാണേണ്ടി വരും. ഇത് നാട്ടുകാരുടെ വിജയമാണ്, ദേശീയരുടെ വിജയമാണ്, കേരളീയരുടെ വിജയമാണ്. ഈ വിജയ മുഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരും ഈ പദ്ധതിക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചവരാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി തങ്ങളുടെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള കഴിവുകൾ ഈ പദ്ധതിക്കായി മാറ്റിവെച്ചവരാണ്. അങ്ങനെയുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കേരളത്തിൻ്റെ ഈ പുതിയ ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ അവർക്ക് സ്വാഗതം ഓതുക എന്നുള്ള സന്തോഷകരമായ ദൗത്യമാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. സർ, ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ഈ പദ്ധതിക്ക് മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളല്ല, എല്ലാ സമയത്തും വിഴിഞ്ഞത്തിൻ്റെ ഈ പദ്ധതി പൂർത്തീകരണത്തിനായി പ്രയത്നിച്ച ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനെ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പദ്ധതി പല പ്രശ്നങ്ങളിലും പല ദുർഘടഘട്ടത്തിലൂടെയും പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമായിരുന്നത് ഒരാളുടെ നിശ്ചയദാർഢ്യമാണ്, ഒരാളുടെ തീരുമാനങ്ങളാണ്, ഒരാളുടെ ദീർഘവീക്ഷണമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ആദരണീയനായ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിൻ്റെതാണ്. ഈ പരിപാടി അദ്ദേഹത്തിൻ്റെ കരകമലങ്ങൾ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു, ഈ പദ്ധതി ഇവിടെ തുറക്കപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ്. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. Sir, it is a matter of great pride for us that the Honorable
Union Minister for Ports, Shipping and Waterways, Sri Sarbananda Sonowal, has come all the way from Delhi to bless this occasion and be here at the auspicious opening of India's largest container terminal. सर, हमारे लिए बहुत गर्व की बात है कि आप पधारे हैं इधर, और आपको सारी लोगों के ओर से आपको सुस्वागतम बोल रहा हूं. സർ, ബഹുമാനപ്പെട്ട കേരള നിയമസഭയുടെ സ്പീക്കർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട സ്പീക്കറെ ശ്രീ ഷംസീറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. As I mentioned earlier, this occasion is equally an opportunity for celebration for Adanis. And we have Karan Adani here to represent the entire Adani company conglomerate. They have been working very hard to make this project a reality. On behalf of the government of Kerala and all of us gathered here, it is my honor to welcome Sri Karan Adani to this meeting. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി VISL ഡയറക്ടറുമായ ശ്രീ കെ രാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും VISL ഡയറക്ടറുമായ ശ്രീ KN ബാലഗോപാലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും VISL ഡയറക്ടറുമായ ശ്രീ സജി ചെറിയാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ കേളുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട MP അഡ്വക്കേറ്റ് A റഹീമിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കോവളം MLA ശ്രീ M വിൻസെന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്രീ ശ്യാം ജഗന്നാഥനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൊച്ചി പോർട്ട് അതോറിറ്റിയുടെ ചെയർമാനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. AVPPLൻ്റെ CEO ശ്രീ പ്രദീപ് ജയരാമനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ എല്ലാവർക്കും ആദരണീയരായിട്ടുള്ള പിതാക്കന്മാരെയും സ്പിരിച്വൽ ലീഡേഴ്സിനെയും എല്ലാവരെയും ഒറ്റവാക്കിൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ KS ശ്രീനിവാസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്ന ഡോക്ടർ ദിവ്യ S അയ്യർ മാനേജിംഗ് ഡയറക്ടർ വിസിലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജില്ലാ കളക്ടറും അതുപോലെയുള്ള മറ്റധികൃതരും നമ്മുടെ ബഹുമാനപ്പെട്ട MLAമാരും അതുപോലെ ജനപ്രതിനിധികളും ഇവിടുണ്ട്, നാട്ടുകാരുണ്ട്, ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഇവിടുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സർ. ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 8,867 കോടി രൂപയുടെ സ്വകാര്യ പൊതു പങ്കാളിത്ത പ്രോജക്റ്റിനാണ് നമ്മൾ അടിവര ചാർത്തുന്നത്. ഇതിൽ കേരള സർക്കാരിൻ്റെ വിഹിതം 5,596 കോടി രൂപയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്നതാണ്. ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇവിടെ ഒരു രൂപരേഖയായി റിപ്പോർട്ടായി അവതരിപ്പിക്കുവാനായി നമ്മുടെ ബഹുമാനപ്പെട്ട തുറമുഖ മത്സ്യബന്ധന വകുപ്പ് സെക്രട്ടറി ശ്രീ KS ശ്രീനിവാസ് IAS അവർകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. Honorable Chief Minister of Kerala, Sri Pinarayi Vijayan Avargal, Union Minister Sri Sarbananda Sonowal ji, Sri Karan Adani, and the Government of India Ministers Sri Saji Cherian and Sri VN Vasavan sir, and other the Finance Minister Sri Balagopal sir, and other Mrs. Vyaktigale, our Chief Secretary Sri Dr. Venu, and some other
religious leaders also there on the dais. Everyone ki namaskaram. So my report is like this. As the first mother vessel berths at the Viranium port, the state of Kerala is establishing new standards in creating public infrastructure. Today, the government of Kerala, along with our private partner, the Adani Group, is dedicating this unique port for the benefit of the entire country. When we talk about this port project, the question that is often raised is why Viranium? This location in South Kerala is far off from the rest of the country, and it has very little industrial development and no long-term maritime history. Then what is so special about this location? The answer is like this. It is situated in the southern tip of India. The sea coast here is unique with a depth of over 20 meters, almost close to the shore, which is enough for the largest ships currently sailing, which they can come here. And equally important advantage is its location, a mere 10 nautical miles away from the busiest sea routes in the world. So Viranium has all the advantages of Singapore. But more importantly, Viranium is well placed to cater to the exponentially growing export-import trade of India as India's first container transshipment terminal. With the emergence of Viranium, our container transshipment, which is currently taking place in foreign ports like Colombo, Dubai, etc., would shift to the Indian shore itself, giving us a distinct competitive advantage in the global trade. Now I will come on to the unique features. Number one is this is the largest port project in PPP mode developed so far in the country on a design, build, finance, operate and transfer DBFOT mode. For the first phase, the project outlay is approximately 8,867 crores with the state government contribution of around 5,596 crores, that is almost 63%. And Adani Group's share is around 2,454 crores, which is about 27%. And the VGF contribution from the Government of India of 818 crores, which is about 10%. So with the completion of the capacity augmentation in December 2028, the total investment would exceed around 18,000 crores. This port is the first deep water seaport in India to be notified as a container transshipment terminal. The berths and the backup yard of the port are coming up on a land reclaimed from the sea, thereby minimizing the land acquisition. In fact, this meeting is taking place on reclaimed land. The first phase of 1 million TEU per year capacity is contractually required to be commissioned by December 2024. If the trial operations are successful, the commissioning is likely to be advanced by 2 to 3 months. The capacity augmentation to 3 million TEU is expected to be commissioned by December 2028. The capacity augmentation that was originally envisaged after 20 years has been advanced on account of the confidence of the Government of Kerala and the Adani Group on the success of this project. Now I will provide some key features of the port. Number one is the breakwater. You might have seen the breakwater. At full capacity, expected to be ready by 2028 December. A 4-kilometer long breakwater would protect the port from the sea and would create a tranquil zone within the basin for the ships to come in and berth. Presently, in the first phase, the 3-kilometer long breakwater is ready, which is entirely funded by Government of Kerala. At the sea bottom, this breakwater is 100 to 120 meters wide, and at the top it is 10 meters wide. It is an engineering marvel and one of the largest marine structures in India. Coming to the container berth, the port would have about 2 meters long container berth, two multi-purpose berths totaling 1,220 meters, and a liquid cargo berth of 250 meters. In the first phase, about 800-meter length of berth is getting completed, with the larger motherships having a length of up to 400 meters. Up to 5 motherships would be able to berth at a time at Viranium at the full capacity. And the cranes, you might have seen a lot of cranes here. The state-of-the-art cranes have come from ZPMC China, about 8 numbers, and then yard cranes about 24 numbers. They are already installed, and they are the most modern, comparable to the best container ports anywhere in the world. The capacity of the port is determined by the nature of the equipment deployed. Though the nameplate capacity is fixed as 1 million TEU in the first phase, going up to 3 million TEU per year on completion of the full capacity, with the most modern cranes deployed in the port, it is expected that a larger throughput of up to 5 million TEU per year would be achievable. Then, while the development of the port is a joint effort of the state government and the Adani Group, the government has made substantial investments on the two crucial elements of the project. Number one, a project of this size will definitely have R&R problems. So, based on a comprehensive environmental impact assessment study, the state government has rolled out a series of R&R measures
and likelihood compensation for the project affected people. Over 2,600 people have been compensated with over 107 crores for loss of livelihood. For various social welfare measures, the government has committed another 70 crores and another 150 crores is also being spent for a modern fishing harbour. Additionally, the Adani Group also has contributed more than 65 crores with their CSR activities. And in addition to this, we also have external infrastructure. The state government has made substantial investment for supply of water and power to the port. Similarly, a major project of a tunnel runway of about 10 kilometers connecting to the port to the nearest Balarampura railway station is also being developed. So, with proactive policy and operational initiative, the state government has committed itself for the successful commissioning of the project over the past 7 years under the leadership of the Honorable Chief Minister. We are confident that this port would be a true game changer not only for the state but for the entire country. So before I conclude, I would like to express my gratitude to several agencies. Number one is the Ministry of Shipping, Ports and Waterways, and the DG Shipping. They have given ISPS permission, that is from the security point of view and also the operations point of view, the transshipment exim operations. They have given permission to this port. And next is our Ministry of Finance, the Central Board of Indirect Taxes and sitting here. So they have on a war footing, they have cleared all permissions like Section 7A, Section 8A, Section 45, all these things. You all know that we got a port code, we also got a custodian code, everything. And we also have, I need to mention about the Ministry of Home Affairs, Bureau of Immigration, the FRRO. So they are also trying their level best to grant the ICP immigration checkpost status very soon. And last but not the least, the state government and a project of this nature has got a lot of ramifications with the local public. So I would like to express my deepest gratitude to the Fisheries Minister, Sri Sajid Cherian sir, and without his active involvement, this project would not have been coming to this stage. And secondly, the Finance Department, the Finance Minister is also sitting here. Sir has given funds because a project of this nature requires funds. So he is, whenever we go with a request for funds, he is immediately sanctioning funds. And recently he has also allowed our company to take loan from the NABARD, about 2,100 crores. So all kinds of support we are getting from the Finance Department. And last but not the least, we also, I need to mention about the district administration, the district collector, the sub-collector and all the entire district administration and the Fisheries Department. They have done excellent job in providing the R&R and the social welfare measures. And without that, I don't think it will be possible to complete this project. So thank you very much. And I sincerely thank the local public, local people who have given maximum support to this project. Thank you very much. താങ്ക് യു വെരി മച്ച് സർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാന തുറമുഖ വകുപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീമമായ പ്രവൃത്തികൾ എത്രമാത്രം സ്തുത്യാർഹമാണ് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല. കേരളത്തിൻ്റെ ആദരണീയനായ തുറമുഖ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകൾ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച് സദസ്സിനോട് സംസാരിക്കുവാനായി അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മാർഗദർശിയായ ഞങ്ങളുടെ പ്രിയങ്കരനായ മന്ത്രി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ, റെസ്പെക്റ്റഡ് യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനോവാൾജി, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ AN ഷംസീർ, റെസ്പെക്റ്റഡ് കരൺ അദാനി, ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട MP മാർ, MLA മാർ, ബഹുമാനപ്പെട്ട മേയർ, വേദിയിലുള്ള ബഹുമാന്യരായ മറ്റാത്മീയ ഭൗതിക മേഖലകളിലെ വിവിധ ഉന്നത സ്ഥാനീയരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, സദസ്സിലെ ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ
കേറിയും കടന്ന അന്യമാന്തേശങ്ങളിൽ നിന്ന് മഹാകവി പാലാനാരായണൻ നായർ മഹനീയമായ ഒരു കവിതയിലൂടെ മുമ്പ് പാടിയിട്ടുണ്ട്. ആ കാവ്യഭാവനകൾ അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷങ്ങൾക്ക് ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ചരിത്ര ഏടുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര നിമിഷത്തിന് ഇന്ന് നമ്മളെല്ലാം സാക്ഷികളാകും. ലോകമെമ്പാടുമുള്ള മാനവരാശി, വിശിഷ്യ മലയാളികൾ ഏറെ അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ, ആവേശത്തോടെ ഈ നിമിഷത്തെ നോക്കിക്കാണുന്ന രംഗമാണ് നമുക്കെല്ലാം അനുഭവപ്പെടുന്നത്. ഇന്നലെ ഇവിടെ തീരം തൊട്ട നമ്മുടെ മദർഷിപ്പ് ഏറെ അഭിമാനത്തോടെയും ആഹ്ലാദത്തോടെയും ആരവങ്ങളോടെയുമാണ് നമ്മൾ തീരത്തേക്ക് ആനയിച്ചത്. ഇന്ന് നമ്മുടെ സമാദരണീയനായ മുഖ്യമന്ത്രി ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റനെ സ്നേഹപൂർവ്വം നമ്മുടെ സ്നേഹാദരവുകൾ അർപ്പിച്ച് സ്വീകരിക്കുകയും ഒപ്പം നമ്മുടെ കണ്ടെയ്നർ ഇപ്പോൾ ഇവിടെ അൺലോഡ് ചെയ്ത് നമ്മുടെ ട്രയൽ റൺ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത സൂചിപ്പിക്കുകയാണ്. നമുക്കിനി ഇവിടെ നിന്ന് തുടർന്ന് നമ്മുടെ മദർഷിപ്പുകൾ വന്ന് നിരവധി കണ്ടെയ്നറുകൾ ഇവിടെ അൺലോഡ് ചെയ്ത് തുടർന്ന് ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്കും നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യാന്തര തുറമുഖങ്ങളിലേക്കും ഇവിടുന്ന് ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ തുറമുഖം എന്ന രൂപത്തിൽ ഇത് മാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് ട്രയൽ റണ്ണിൽ നടക്കുന്നത്. പലരും ഇവിടെ സൂചിപ്പിച്ചു എന്തുകൊണ്ട് റെയിൽവേ കണക്ടിവിറ്റി, അതേപോലെ തന്നെ റോഡ്, ഇത്തരം കാര്യങ്ങൾ തീരുന്നതിന് മുമ്പ് തുടങ്ങുന്നു. 1.7 കിലോമീറ്റേഴ്സ് ഇപ്പോൾ അപ്രോച്ച് റോഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഭാവിയിൽ നമുക്ക് റെയിൽവേ കണക്ടിവിറ്റിക്കായി 10.7 കിലോമീറ്റേഴ്സ് നമ്മൾ റെയിൽവേ ഇപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതിൽ 9.2 കിലോമീറ്റേഴ്സ് തുരങ്കപാതയാണ്. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും അതിൻ്റെ സാമൂഹ്യ ആഘാത പഠനവും കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ DPR തയ്യാറാക്കി കൊങ്കൺ റെയിൽവേ ഇതിനോടകം കേന്ദ്ര റെയിൽവേ വകുപ്പിന് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡിനുള്ള പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ലാൻഡ് അക്വസിഷൻ നടപടികൾ ഇത് രണ്ടിനുമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമീപകാല ഭാവിയിൽ അതുകൂടി പൂർത്തീകരിക്കും. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് കണ്ടെയ്നർ ഷിപ്പ് പോർട്ട് എന്ന രൂപത്തിൽ ഇവിടുന്ന് നമ്മുടെ ഇപ്പോൾ അൺലോഡ് ചെയ്യുന്ന എല്ലാ കണ്ടെയ്നറുകളും വിവിധ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഇപ്പോൾ വന്നതിനേക്കാൾ വലിയ മദർഷിപ്പുകൾ വരാൻ പോവുകയാണ്. 400 മീറ്റർ നീളമുള്ള മദർഷിപ്പ് സമീപകാല ദിവസങ്ങളിൽ വരാൻ പോകുന്നു. അതേപോലെ തന്നെ മറ്റ് മദർഷിപ്പുകളും വരുന്നു. ഇങ്ങനെ അന്താരാഷ്ട്ര വിഴിഞ്ഞം തുറമുഖം എന്ന ആശയം അർത്ഥപൂർണമാകുന്ന ചരിത്ര നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാനിതിൻ്റെ ആദ്യഘട്ടങ്ങൾ കൂടി ഒന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1996 അധികാരത്തിൽ വന്ന EK നയനാർ ഗവൺമെൻറ്റാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആശയത്തിന് വേണ്ടി ആദ്യമായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത്. അതിൻ്റെ റിപ്പോർട്ടും പഠനവും അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ച് തുടങ്ങാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ അന്ന് പഠനങ്ങൾ കൂടാതെ തന്നെ ഇവിടെ ഒരു ടെൻഡർ നടപടി സ്വീകരിച്ചു. ഒരു ചൈനീസ് കമ്പനി അതിന് കോട്ട് ചെയ്തു. അതിന് കേന്ദ്രാനുമതി കൊടുത്തില്ല, അതുകൊണ്ട് അത് നടന്നില്ല. 2006 അധികാരത്തിൽ വന്ന VS അച്യുതാനന്ദൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റും അതിലെ തുറമുഖ മന്ത്രിയായിരുന്ന ശ്രീ M വിജയകുമാറും അവരെല്ലാം മുൻകൈയെടുത്ത് അന്ന് വീണ്ടും ഈ രംഗത്തേക്കൊരു നീക്കം നടത്തിയപ്പോൾ അതിനുവേണ്ടി കേന്ദ്രം ആദ്യം അനുമതി കൊടുക്കാതിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ അവർ കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ട് വന്നു. കേന്ദ്രത്തിൻ്റെ അനുമതി വാങ്ങി ഇവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ച് അതിൽ നിന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നു. ടെൻഡർ ചെയ്തപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു കൂട്ടരായിരുന്നു അന്നത് ടെൻഡറിൽ പങ്കെടുത്ത് അന്ന് ബിഡ് കൊടുത്ത് നെഗറ്റീവ് ബിഡ് കൊടുത്തത്. ആ ബിഡ് ഓപ്പൺ ചെയ്ത് അവർക്ക് കരാർ ചെയ്ത് അവർക്ക് ലെറ്റർ ഓഫ് ഇൻറ്റൻഷൻ കൊടുത്തു. ഈ സന്ദർഭത്തിൽ അതിനെതിരെ ഒരു കേസ് വന്നു. യഥാർത്ഥത്തിൽ ഇതേ ഘട്ടത്തിൽ തന്നെ ഒരു കമ്പനി, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന കമ്പനി ആദ്യമായി ഇവിടെ ഉദ്ഘാടനം ചെയ്തത് 2010 ആഗസ്റ്റ് മാസം 11-ാം തീയതിയാണ്. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനായിരുന്നു ഉദ്ഘാടകൻ. അധ്യക്ഷൻ അന്നത്തെ തുറമുഖ മന്ത്രി ശ്രീ M വിജയകുമാറായിരുന്നു. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ആ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. അങ്ങനെ മഹനീയമായ ആദ്യത്തെ സീപോർട്ട് എന്ന ആശയം അർത്ഥപൂർണമായി അത് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ടെൻഡർ എടുത്ത കമ്പനിക്ക് എതിരെ കേസ് വന്നുകൊണ്ട് അതിൻ്റെ പ്രവൃത്തിയായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പിന്നീട് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. ഒരുപക്ഷേ തലസ്ഥാനം നേരി കണ്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള മനുഷ്യച്ചങ്ങലയും നീണ്ടുനിന്ന ഉപവാസങ്ങളുമെല്ലാം അനന്തപുരിയിൽ അരങ്ങേറിയ സന്ദർഭം ഈ തുറമുഖത്തിന് വേണ്ടി വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. 2015 ആഗസ്റ്റിൽ
അതിനെ തുടർന്ന് ടെൻഡർ ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കരാറിലേർപ്പെടാൻ അദാനിയുമായി ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തയ്യാറായി. ആ കരാറുണ്ടാക്കുന്ന ഘട്ടത്തിൽ ചില വിമർശനങ്ങൾ കരാറിൻ്റെ ഉള്ളടക്കത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു. കരാറിനോടായിരുന്നില്ല എതിർപ്പ്, മറിച്ച് അതിലെ ഉള്ളടക്കത്തിലെ 66% സംസ്ഥാന ഗവൺമെൻറ് മുടക്കുമ്പോൾ 34% അദാനി മുടക്കുന്നു. അതിൻ്റെ അധികാരമോ ലാഭമോ നമുക്ക് 20 വർഷത്തേക്ക് ലഭിക്കാത്ത സാഹചര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. പക്ഷേ അന്ന് തറക്കല്ലിട്ടതാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് 2016 അധികാരത്തിൽ വന്ന ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഉണ്ടായ ഒട്ടനവധി ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും എല്ലാം നമുക്കറിയാം. ആദ്യം കോറിയുടെ പ്രശ്നങ്ങൾ വന്നു. തമിഴ്നാട്ടിലുൾപ്പെടെ ബന്ധപ്പെട്ടാണ് കോറിയുടെ സൗകര്യങ്ങളുണ്ടാക്കി. പിന്നീട് അത് പരിഹരിക്കപ്പെട്ടത്. 80 ലക്ഷത്തോളം നമുക്ക് കരിങ്കൽ വേണ്ടി വന്നു, 80 ലക്ഷം ടൺ കരിങ്കൽ. അതേപോലെ തന്നെ പിന്നീട് ദുരന്തങ്ങൾ നമുക്കറിയാം. വലിയ രൂപത്തിലുള്ള ഓഖി ദുരന്തം ഉൾപ്പെടെ ചുഴലിക്കാറ്റ് ഉൾപ്പെടെ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചു. നമ്മുടെ ബ്രേക്ക് വാട്ടർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതേസമയത്ത് ആ കാലഘട്ടത്തെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് വീണ്ടും നമുക്കൊരു മഹാമാരി വന്നു. കോവിഡ് രൗദ്രഭാവം കൊണ്ട് നമ്മെ വേട്ടയാടി. അത്തരം ഘട്ടങ്ങളിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു. പിന്നീട് അതിനെയും തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ചില പ്രക്ഷോഭ സമരങ്ങൾ വളർന്നു വന്നു. ആ പ്രക്ഷോഭ സമരങ്ങളിലെല്ലാം ഈ ഗവൺമെൻറ് സ്വീകരിച്ച സഹിഷ്ണുതയുടെ സമീപനത്തോടെ സമയുക്തതയോടെയുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നത് എന്നതേറെ അഭിമാനത്തോടെ പറയുകയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി എന്തെന്ന് ഒന്നും രണ്ടും പിണറായി സർക്കാർ ഈ വിഴിഞ്ഞത്തിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന അഭിമാനകരമായ മുഹൂർത്തമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോഴിതാ 3000 മീറ്റർ ബ്രേക്ക് വാട്ടർ, അതായത് പുരിമുട്ട് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. 800 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. 32 ക്രെയിനാണ് ഇവിടെ എത്തിച്ചേരേണ്ടത്. ചൈനയിൽ നിന്ന് 31 എത്തിയിരിക്കുന്നു. യാർഡുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. നമ്മുടെ ഓഫീസുകളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ലൊക്കേഷൻ കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ISPS കോഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. NSPC ക്ലിയറൻസ് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ലഭിക്കേണ്ട കസ്റ്റംസ് ഓഫീസ് ഉൾപ്പെടെ നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇത് കസ്റ്റംസ് പോർട്ടായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ലഭിക്കേണ്ടത് കേന്ദ്രത്തിൽ നിന്നുള്ള VGF ആണ്. VGF ലഭിക്കുന്നതിനൊരു തടസ്സം നിന്നിരുന്നത് നമ്മുടെ ആർബിട്രേഷനുകളായിരുന്നു. അതിൽ അദാനിയുടെ ആർബിട്രേഷൻ ഉണ്ടായിരുന്നു, നമ്മുടേതും ഉണ്ടായിരുന്നു. രണ്ടും വിഡ്രോ ചെയ്തു, യോജിപ്പിലെത്തി. ഇപ്പോൾ 3 പാർട്ടി കരാറിൽ ഈ ജൂലൈ 27 ഒപ്പിട്ടാൽ VGF തരുമെന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകളെല്ലാം ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ഞാനതിൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഈ പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പോർട്ടിനുള്ള അനുഗ്രഹീതമായ ഒരു ഘടകം കൂടി തിരിച്ചറിയേണ്ടതാണ്. ലോകത്തൊരു മറ്റൊരു പോർട്ടിനും ഇല്ലാത്ത രൂപത്തിൽ 20 മുതൽ 24 മീറ്റർ വരെ ആഴമുള്ള പ്രദേശമാണ് വിഴിഞ്ഞം. ഇന്നലെ ഇവിടെ എത്തിയിരിക്കുന്ന മദർഷിപ്പിന് 10 മീറ്റർ ആഴത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഷിപ്പിനെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മുടെ വിഴിഞ്ഞത്തിനുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ സാഹചര്യം. അതിലുപരി വിഴിഞ്ഞത്തിൻ്റെ അടിയിലേക്ക് പോയാൽ പാറയാണ്. മറ്റ് പല പോർട്ടുകൾക്കും ഓരോ വർഷവും ഡ്രഡ്ജ് ചെയ്തെങ്കിലേ അതിൻ്റെ പോർട്ടിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കൂ. ഇവിടെ അത്തരൊരാവശ്യമില്ല. അപ്പോൾ പ്രകൃതിദത്തമായ സൗന്ദര്യവും സൗകര്യമുള്ള അനുഗ്രഹീതമായ ഒരു പോർട്ടായി നമ്മുടെ പോർട്ട് മാറുമ്പോൾ ഭാവിയിൽ ഇപ്പം തന്നെ പ്രതിപക്ഷം 10 ലക്ഷം കണ്ടെയ്നർ ഇവിടെ വന്നു പോകുന്നു. അതിലൊരു 16% കരമാർഗം ചരക്ക് ഗതാഗതം പ്രതീക്ഷിക്കുന്നത്. ഈ രംഗത്തെല്ലാം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, ടൂറിസം, തൊഴിൽ മേഖലകളിൽ വൻ സാധ്യതകൾ ഉറപ്പാക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കി മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇവിടെ പ്രാദേശികവാസികളായിട്ടുള്ള ആളുകൾക്ക് 50% തൊഴിൽ കൊടുക്കുക എന്ന കരാറുണ്ടാക്കിയിട്ടുണ്ട്. അത് കൃത്യമായി പാലിക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒപ്പം ഈ പ്രദേശത്തെ തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളെയും ഉൾപ്പെടെ അവരെ പുനരധിവസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചു തുടങ്ങിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ 106.8 കോടി രൂപ ഇതിനോടകം വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയും അടുത്ത ദിവസങ്ങളിൽ ബഹുമാനായ അച്ഛൻ ഈ വേദിയിലുണ്ട്, അതുപോലെ ജമായത്തിൻ്റെ ഭാരവാഹികളുണ്ട്. അവരും എല്ലാമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്റർ ഞാനും ചേർന്ന് നിരവധി മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പര്യാപ്തമായ പ്രത്യേക സൊല്യൂഷൻസ് നിങ്ങൾ കണ്ടെത്തി അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കും. അതോടൊപ്പം തന്നെ ഒരു ഫിഷിംഗ് ഹാർബറിൻ്റെ കാര്യം അവർ ഡിമാൻഡ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സമീപകാല ഭാവിയിൽ ഈ പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകളെയും താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ടും പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ടും എല്ലാ അർത്ഥത്തിലും കേരളം ഇന്ന് വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത്
മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ മറ്റ് ഈ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം പൂർത്തീകരിക്കപ്പെട്ട ഈ തുറമുഖം ഇതാ നാടിന് സമർപ്പിക്കുന്ന അനുഗ്രഹീതമായ മുഹൂർത്തത്തിന് സമയം കണ്ടെത്തി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി അദ്ദേഹം ഇതിൻ്റെ ഓരോ നിമിഷങ്ങളിലും എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ നിതാന്ത ജാഗ്രത പുലർത്തി അദ്ദേഹം ഈ കാര്യത്തിരുന്ന ഉപദേശ നിർദ്ദേശങ്ങളും നേതൃത്വവുമാണ് യഥാർത്ഥത്തിൽ ഈ പോർട്ട് ഇത്തരത്തിൽ യാഥാർത്ഥ്യമാകാൻ ഇടവന്നിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാവിയിൽ ലഭിക്കേണ്ട സഹായങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം യൂണിയൻ മിനിസ്റ്ററോടും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും തുറമുഖ വകുപ്പിൻ്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഹൃദയം നിറഞ്ഞ നന്ദി സർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാകുന്ന ഈ നിമിഷത്തിൽ ഇത് കേരള ജനതയുടെ വിജയമാണ് എന്ന് കുറിക്കുവാനായി നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ വൻകിട പദ്ധതികൾ എല്ലാം തന്നെ കടലാസിൽ ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കേരള ജനത ഇന്ന് മറന്നിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം ബൃഹത് പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുവാനായി അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും ഒക്കെ നമുക്ക് ഒരു മാതൃകയാണ് എന്ന് എടുത്തു പറയേണ്ടുന്നതാണ്. ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിന് നമ്മൾ പ്രവർത്തനം കുറിച്ചുകൊണ്ട് ഈ വാതായനങ്ങൾ തുറക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും കരുത്തും കരുതലുമായി നിലകൊള്ളുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. സർ, through his life and work, our beloved Chief Minister Shri Pinarayi Vijayan has been the model for each and every one of us in making sure that the words and phrase "nothing is impossible" has been brought to life.
സഹോദരി സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇതിന് സഹായിച്ച, ഇതുമായി സഹകരിച്ച, ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ്.